ഞാനൊരിക്കൽ ഡൽഹിയിൽ JNUവിലൊക്കെ നമ്മൾ കോഴ്സിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും നിറമൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ വ്യത്യസ്ത വർണ്ണങ്ങളിൽ മനുഷ്യരിങ്ങനെ നീരാടുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ, അല്ലേ അഭിനന്ദ്? അരുൺകുമാർ, ഹാപ്പി ഹോളി. നിറങ്ങൾ കൊണ്ട് അമ്മാനമാടുകയാണ് ഉത്തരേന്ത്യ. ഇപ്പോൾ ഞാനുള്ളത് ചാന്ദിനി ചൌക്കിലെ ശ്രീ ഗൗരി ശങ്കർ മന്ദിറിലാണ്. ഇവിടെ നിന്നാണ് ദില്ലിയിലെ ഹോളി ആഘോഷങ്ങളൊക്കെ തുടക്കമാകുന്നത്. ധാരാളം ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്നും അരുൺകുമാർ ഇന്ന് രാവിലെ ഇവിടെ എത്തുന്നത്. ഞാനിവിടെ 5 വയസ്സുള്ള അമൃത മുതൽ ഏതാണ്ട് 65 വയസ്സുള്ള അമൃത വർഷിണി വരെ കണ്ടു. അത്രമാത്രം, അതായത് പ്രായം ഒന്നും നോക്കാതെ ഒരു തരത്തിലുള്ള ക്ഷീണവും ഇല്ലാതെ രാവിലെ മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി ചാന്ദിനി ചൗക്ക മന്ദിറിലേക്ക് എത്തുകയാണ്. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുണ്ട്. ഈ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഒരു ബാങ്ക് എന്ന് പറഞ്ഞൊരു പാനീയമുണ്ട്. അത് പരമ്പരാഗത പാനീയമാണ്. ഈ പരമ്പരാഗത പാനീയം കുടിച്ചാൽ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മത്ത് പിടിക്കും. മത്ത് പിടിച്ചു കഴിഞ്ഞാലായിരിക്കും ഈ ഹോളി ആഘോഷങ്ങൾ അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തും. ഇപ്പൊ ബാങ്കൊക്കെ കുടിച്ച് ആ പീക്ക് ലെവലിലേക്ക് ആളുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ദീദി കൂടി ചേരുന്നുണ്ട്. ദീദി, കൈസ സെലിബ്രേഷൻ कैसे? बहुत बहुत अच्छा, बहुत अच्छा. घर वापस जा रहे हो और इधर सेलिब्रेशन? हाँ जी, घर वापस जा रहे हो इधर सेलिब्रेशन हो गया, कंप्लीट हो गया. बट हैप्पी होली. हैप्पी होली भैया. पता ही नहीं है कुछ. बढ़िया भैया, बढ़िया, बहुत बढ़िया. എല്ലാവരും വളരെ ഒരു വല്ലാത്ത ലെവലാണ്. ഇവിടുന്ന് നമ്മളെയൊക്കെ മാറ്റുന്നുണ്ട്. കാരണം തൊട്ടപ്പുറത്താണ് റെഡ് ഫോർട്ട് ഉള്ളത്. ഈ ചെങ്കോട്ട സ്ഫോടനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്ര രാവിലെ ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ ഈ പാനീയമൊക്കെ കുടിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വെളിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഈ ഹോളി കളർ പലയിടത്തും ചില പ്രേക്ഷകർ ഈ ഭാങ് വാരണാസി കാശി ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് ഈ ഭാങ് എന്നുള്ളത്, ഈ മുകുന്ദന്റെ ദില്ലി എന്ന നോവലിലാണ് ഭാങ്ങിനെ കുറിച്ച് മലയാളികൾ കൂടുതൽ അറിയുന്നത്. അത് ആ ഭാഗത്തുള്ളത്. അവിടെ ഭാങ് ഉണ്ടോ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഭാങ്ങൊന്നും പോയി ആവശ്യമില്ലാതെ പോയി വാങ്ങിച്ച് കുടിച്ചു കളയരുത്, മത്ത് പിടിച്ചു കളയും. അപ്പോൾ അതൊന്ന് കാണിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ പടക്കങ്ങളൊക്കെ ഉണ്ട്, പ്രേക്ഷകർക്ക് അറിയില്ല. അത് നേരിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിലുള്ള ഇതാണ് യഥാർത്ഥ സാധനം. അതാണ് ഇപ്പൊ ചില ആളുകളൊക്കെ കേട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. പക്ഷെ ഇതല്ല ഇത് കുറച്ചും അങ്ങനെയല്ല, പാലിനകത്ത് കലക്കി കൊടുക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് അരി ഉണ്ടാവും, കുറച്ച് കടല, പിന്നെ കുറച്ച് ഇതുപോലത്തെ ഈ സാധനമാണ് യഥാർത്ഥത്തിൽ പൊടിച്ചിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോഴാണ് ഇതൊരു വലിയൊരു നമ്മുടെ തലയൊക്കെ മത്ത് പിടിച്ചൊരു വേറെ സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഈ ഹോളി സെലിബ്രേഷൻ പീക്ക് ലെവലിലേക്ക് എത്തി എന്ന് ഉത്തരേന്ത്യക്കാർ വിചാരിക്കുന്നത്. ഇത് നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ ഇന്നത്തെ എന്റെ പണി ഇത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല. പക്ഷെ എനിക്ക് വലിയ പ്രശ്നം പറ്റിപ്പോയത് ഈ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. സാധാരണ എല്ലാവരും വെള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമ്മുടെ മറ്റ് ചാനലിലെ സഹപ്രവർത്തകരൊക്കെ വെള്ള ഡ്രസ്സ് ഇട്ടൊരു ഹോളി മൂഡിലാണ് വന്നത്. പക്ഷെ ഞാനിതൊന്നും നേരത്തെ മുൻകൂട്ടി അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ പ്രശ്നത്തിൽ പറ്റിയിരിക്കുകയാണ്. എവിടെ നമ്മൾ ചെന്നാലും നമ്മുടെ മൈക്കിൽ ഉൾപ്പെടെ കളർ വാരി തേക്കുന്ന ഒരു സംഭവമാണുള്ളത്. അത്രമാത്രം നിറങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നീരാടുന്ന, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മാനമാടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് ദില്ലിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് പട്ടണം മുഴുവനും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. റോഡുകൾ കൈയേറിക്കൊണ്ടുള്ള ആഘോഷമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വർണ്ണ വൈവിധ്യത്തിൽ നാടും നഗരവും എല്ലാം മുങ്ങി നിൽക്കുകയാണ് ഹോളിയിൽ. മനോഹരമായ ആചാരങ്ങളല്ലേ, ഓരോരോ ആചാരങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഇനി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇനി വിഷു വരാൻ പോവാണ്. മാർച്ച് കഴിഞ്ഞാൽ വിഷുവായി. വിഷുവിന് നമ്മൾ മറ്റൊരു ആഘോഷമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അവിടെ ഹോളി ഈ ആഘോഷത്തിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എപ്പോഴെങ്കിലും ഹോളി കാലത്ത് ഡൽഹി പോലുള്ള നഗരത്തിലേക്ക് ഒന്ന് പോകണം. അതേപോലെ ഭോപ്പാൽ, ലക്നൗ ഇവിടേക്കൊക്കെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഹോളി ആഘോഷം നമുക്ക് എന്താണെന്ന് ഫീൽ ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭാങ്ങൊന്നും കുടിക്കണ്ട കേട്ടോ.